നാളികേരത്തിൻ്റെ നന്മകളിലേക്ക് വെളിച്ചം വീശുമ്പോൾ. നാടിൻ്റെ നന്മയാണ് നാളികേരം. നാനാവിധ ഗുണങ്ങൾ കുടികൊള്ളുന്ന ഒരു ചെപ്പ്. ആ ചെപ്പ് തുറക്കുമ്പോൾ ആരോഗ്യത്തിലേക്കുള്ള നിരവധി വാതിലുകളാണ് തുറക്കപ്പെടുന്നത്. തേങ്ങ നമുക്ക് താങ്ങാണ് ജന്മാന്തരങ്ങളോളം. തേങ്ങയും അതിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങളും എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു. സത്യമേത് മിഥ്യയേത് ഒരു അവലോകനം ആവാം അല്ലേ? 1957 ഗവേഷകർ പരീക്ഷണത്തിൻ്റെ ഭാഗമായി മൃഗങ്ങൾക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡുകൾ നീക്കം ചെയ്ത ഹൈഡ്രോജനേറ്റഡ് വെളിച്ചെണ്ണ നൽകിയതാണ് വെളിച്ചെണ്ണയ്ക്കെതിരായ പ്രചാരണങ്ങളുടെ ആദ്യ തീപ്പൊരി. എസെൻഷ്യൽ ഫാറ്റി ആസിഡുകൾ ഒഴിവാക്കിയുള്ള ഒരു ഭക്ഷണരീതി സെറം കൊളസ്ട്രോൾ അളവുകൾ വർദ്ധിക്കാനും അഥെറോസ്ക്ലെറോസിസിൻ്റെ ആക്കം കൂട്ടാനും കാരണമാകുന്നു. ഇതുകൊണ്ട് തന്നെ ഹൈഡ്രോജനേറ്റഡ് വെളിച്ചെണ്ണ നൽകപ്പെട്ട മൃഗങ്ങളുടെ സെറം കൊളസ്ട്രോൾ അളവുകൾ വർദ്ധിക്കുകയും ചെയ്തു. ഉയർന്ന ഹൈഡ്രോജനേഷന് വിധേയമായ കോട്ടൺ സീഡ്, സോയാബീൻ, ചോളം എണ്ണകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലും സമാനമായ ഫലങ്ങളാണ് ഉളവായത്. എന്നാൽ പ്രകൃതിദത്തമായ വെളിച്ചെണ്ണ നൽകിയപ്പോൾ ഈ മൃഗങ്ങളുടെ ശരീരത്തിൽ വളരെ കുറച്ച് കൊളസ്ട്രോൾ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. എന്താണ് ഇത് നമ്മെ മനസ്സിലാക്കി തരുന്ന സത്യം? ഹൈഡ്രോജനേറ്റഡ് വെളിച്ചെണ്ണ അപകടകാരിയാണെന്നും ശുദ്ധമായ വെളിച്ചെണ്ണ തികച്ചും സുരക്ഷിതവും ഗുണസമ്പുഷ്ടവുമാണെന്നുമല്ലേ? വെളിച്ചെണ്ണയുടെ 50% ലോറിക് ആസിഡ് ആണ്. നെഞ്ചരിച്ചൽ തടയാനും ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ നില എന്നിവ കുറയ്ക്കാനും ലോറിക് ആസിഡിന് സാധിക്കും. മെറ്റബോളിസം, ഭക്ഷണത്തിലൂടെയും മറ്റും ലഭിക്കുന്ന ഊർജം ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വിനിയോഗിക്കുന്ന പ്രക്രിയ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയും. വെളിച്ചെണ്ണയ്ക്കുള്ള മറ്റൊരു വിശേഷപ്പെട്ട ഗുണമാണ് തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവ്. തൈറോയ്ഡ് ഗ്രന്ഥിയും ശരീരഭാരവും തമ്മിൽ എന്ത് ബന്ധം എന്നല്ലേ? വളരെയധികം ബന്ധമുണ്ട് എന്നതാണ് സത്യം. തൈറോയ്ഡ് ഹോർമോണുകൾ മെറ്റബോളിസത്തിൻ്റെ തോത് നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കാത്തപ്പോൾ മെറ്റബോളിസം സംഭവിക്കാതിരിക്കുകയും ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി അമിതവണ്ണത്തിലേക്ക് വഴിതെളിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും. വെളിച്ചെണ്ണയ്ക്ക് തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിപ്പിച്ച് അമിതവണ്ണം കുറയ്ക്കാനുള്ള കഴിവുമുണ്ട്. ഹൃദ്രോഗത്തിന് കാരണങ്ങൾ തേടുന്നവർ ജീവിതശൈലിയിലെ അപാകതകൾ പലപ്പോഴും മറക്കുന്നു. വ്യായാമത്തിൻ്റെ കുറവ്, പുകവലി, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, മാനസിക പിരിമുറുക്കം എന്നിവയാണ് ഹൃദ്രോഗത്തിലേക്ക് വഴിതെളിക്കാവുന്ന ഘടകങ്ങൾ. കൊളസ്ട്രോൾ വർദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം കൊളസ്ട്രോൾ 2 തരം ഉണ്ട് എന്നതാണ്. ഒന്ന് HDL കൊളസ്ട്രോളും മറ്റൊന്ന് LDL കൊളസ്ട്രോളും. HDL കൊളസ്ട്രോൾ ഹൃദയത്തിന് ഗുണകരവും LDL കൊളസ്ട്രോൾ ഹൃദയത്തിന് ദോഷകരവുമാണ്. വെളിച്ചെണ്ണ ഗുണകരമായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായി പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മുടിയുടെ ആരോഗ്യത്തിന് വെളിച്ചെണ്ണയോളം നല്ലതായി മറ്റൊന്നുമില്ല. തലമുടിയുടെ ആരോഗ്യത്തിനുതകുന്ന പ്രോട്ടീനുകൾ പകരാനും വെളിച്ചെണ്ണയ്ക്ക് കഴിയുന്നു. അങ്ങനെ കേടുപാടുകൾ സംഭവിച്ച മുടി മെച്ചപ്പെടുത്താനും വെളിച്ചെണ്ണയ്ക്ക് കഴിയുന്നു. തലമുടിക്ക് മാത്രമല്ല, ചർമ്മ സംരക്ഷണത്തിനും വെളിച്ചെണ്ണ മികച്ച സംഭാവനകൾ നൽകുന്നു. നിങ്ങളുടെ മോയ്സ്ചറൈസിംഗ് ക്രീമിന് പകരം വെളിച്ചെണ്ണ ഒന്ന് ഉപയോഗിച്ചു നോക്കൂ. വരണ്ട ചർമ്മത്തിന് വളരെയധികം പ്രയോജനപ്രദമാണ് വെളിച്ചെണ്ണ. മാത്രമല്ല, ചർമ്മം പെട്ടെന്ന് ചുളിയുന്നതും തൂങ്ങുന്നതും തടയാനും വെളിച്ചെണ്ണയ്ക്ക് കഴിയുന്നു. സോറിയാസിസ്, എക്സീമ, ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ ചർമ്മരോഗങ്ങളെ വെളിച്ചെണ്ണ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒട്ടുമിക്ക ശാരീരിക അസ്വസ്ഥതകൾക്കും വെളിച്ചെണ്ണ പകരുന്ന ആശ്വാസം അനുഭവിച്ചറിയേണ്ടത് തന്നെ. നനച്ചിരിക്കാതെ കടന്നുവരാവുന്ന ഒന്നാണ് പുറം വേദന. പിടിപെട്ടാൽ ഭേദമാകാൻ ചിലപ്പോൾ കുറച്ചു സമയം എടുത്തെന്നും വരും. പുറം വേദനയെ ശ്രദ്ധിക്കാതെ വിടുന്നത് അത്ര അഭികാമ്യമല്ലതാനും. കൈക്കുമ്പിളിൽ അല്പം വെളിച്ചെണ്ണ എടുത്ത് പുറത്തു തടവിയതിനു ശേഷം മറ്റൊരാൾ പുരട്ടുന്നതാണ് ഉത്തമം. കുറച്ച് ചൂടുപിടിക്കുക കൂടി ചെയ്താൽ പേശികൾ അയഞ്ഞ് വേദന ക്രമേണ ഇല്ലാതാകുന്നത് അനുഭവിക്കാൻ കഴിയും.